ഹലോ, ഞങ്ങൾ ഇന്ന് കക്കാടംപൊയിലേക്ക് പോവുകയാണ് കേട്ടോ. പ്രിയപ്പെട്ട ഒരാളുടെ അടുത്തേക്കാണ് കേട്ടോ, ഒരാളല്ല പ്രിയപ്പെട്ടവരുടെ അടുത്തേക്കാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുവാണ്. ഞങ്ങളങ്ങനെ ഒരുപാട് കണ്ടിട്ടുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് രാവിലെ തന്നെ ഇറങ്ങിയതാ. ചായയൊക്കെ കുടിച്ച് ഇറങ്ങി. പിന്നെ മുക്കത്തെത്തിയപ്പം ഞങ്ങൾ അവിടെ മക്കളുണ്ടായിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. രണ്ട് മക്കളെ കണ്ടിട്ടില്ല, മൂത്തയാളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരാൾക്ക് ഉടുപ്പൊക്കെ എടുത്തു, കുഞ്ഞു മോക്ക് ഉടുപ്പൊക്കെ എടുത്തു. ഒരു സ്കേർട്ടും ടോപ്പും ആട്ടോ എടുത്തത്. അങ്ങനെ പിന്നെ ഫാൻസിയിലൊക്കെ കയറി മോക്ക് മിക്കിക്കും സാധനമൊക്കെ വാങ്ങി. ഇതെല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, അങ്ങനെയാണ്. അപ്പോൾ മിക്ക അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ 10 വർഷം മുന്നെയാണ് കക്കാടംപൊയിലിന് വരുന്നത്. അപ്പം കല്യാണത്തിന് തൊട്ട് മുന്നേ അവിടുത്തെ ആൻറ്റി മരിച്ചപ്പോൾ വന്ന കേട്ടോ. അപ്പം അതായത് ഇപ്പോൾ കാണാൻ പോകുന്ന ചേട്ടായിയുടെ അമ്മ മരിച്ചപ്പം എൻ്റെ കല്യാണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ചേട്ടായിയും പിന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ മരിച്ചെടുത്ത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒത്തിരി മാറി കേട്ടോ. വലിയ റോഡ്, ഒത്തിരി റിസോർട്ടുകൾ, വില്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി മാറി എന്ന് പറഞ്ഞാൽ ഒത്തിരി മാറി. അതൊരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് തന്നെ മാറി കേട്ടോ. അത്ര നല്ല രസമാണ് കേട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ചൂട് ഉച്ചയ്ക്കാണ് വന്നത്. ചൂടുണ്ട്, പക്ഷേ നമ്മുടെ അവിടുത്തെ ചൂടിൻ്റെ അത്രയൊന്നും ചൂട് അറിയുന്നില്ല കേട്ടോ. പിന്നെ നമ്മളവിടെ ഇരുന്നപ്പോഴത്തേക്കും കോടയൊക്കെ ഇറങ്ങി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല തണുപ്പൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ പോവാണ് കേട്ടോ. വിളിച്ച് പറയാതെ കേട്ടോ പോകുന്നത്. നമ്മൾ പോകുമ്പോൾ പിന്നെ അവർ എന്താ പറയുക, ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ വന്ന് എത്ര പെട്ടെന്ന് എത്തിപ്പോകുമെന്ന് അറിഞ്ഞില്ല കേട്ടോ. ഷോപ്പിലൊക്കെ കയറി അങ്ങനെയൊക്കെ എത്താൻ. പിന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഹോട്ടലൊക്കെ ഉണ്ടായി. പിന്നെ മോശമല്ലേ, അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് പോകുന്നത് മോശമല്ലേ? അങ്ങനെയുള്ളവരും അല്ല കേട്ടോ. നമ്മൾ ചെന്നാൽ ഒത്തിരി ഇഷ്ടമുള്ളവരാണ് കേട്ടോ. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടുന്ന് എന്താ പറയുക, ചോറൊക്കെ കഴിച്ചു കേട്ടോ. ചോറൊക്കെ എന്താണെങ്കിലും അവിടുന്ന് കഴിച്ചു. അങ്ങനെ ഈ പോകുന്ന റൂട്ടിലൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. എന്നാൽ പിള്ളേർ വന്നപ്പോഴേ കളി തുടങ്ങി. എടാ പൊന്നു, ഇവിടെ നിന്ന് കളിച്ചോ, മുറ്റത്ത് കളിക്കണ്ട, പൊടിയല്ലേ. ഇവിടെ ഇറങ്ങി പോവൂലേ? ബബ്ബു ഉണ്ടോ? ബബ്ബു ഇടാടെ ഈ കുഞ്ഞിപ്പെണ്ണ് ഒന്ന് ചിരിച്ചേ. മിക്ക എന്തെടുക്കുക? ഇങ്ങോട്ട് നോക്ക. ഇത് ആരുടെ വീടാ? ഈ ചേച്ചീന്റെ വീടാ? ഈ കുഞ്ഞേച്ചീന്റെ വീടാ? ഇത് കുഞ്ഞേച്ചിയാ? ചേച്ചിയാണോ? വീഴൂട്ടോ, ഇറങ്ങിക്കോ. നടക്കണോ? എണീറ്റ് നടക്കണോ? ഇവിടേക്ക് എത്ര വീടുണ്ടായിരുന്നറിയോ? ഈ ടവറിരിക്കുന്ന ഈ സ്ഥലമില്ലേ, ഇവിടെ 2 വീടായിരുന്നു. ഇവിടെ 2 വീട്, ഇവിടെ നമ്മൾ ഇരിക്കുന്നത്, ഫുഡല്ലേ എന്നോട് പറഞ്ഞു. ഫുഡ് കഴിക്കാനും അവിടെ നിൽക്കാനും ഒക്കെ നല്ല രസമാണ്. പൈസ കൊടുത്തിട്ടാണോ ആൾക്കാർ? ഒന്നും വേണ്ട, ഇതിലെ കൂടെ പോയാൽ മതി. നടന്നു പോകേണ്ടി വരും. അല്ല ബൈക്ക്
പറയണം കേട്ടോ, രോഗിയാണ്. ടവർ കാണിച്ചു കൊടുക്കേ. ടവർ നോക്കി ഇങ്ങോട്ട് പോരുന്നില്ലേ? ആടുന്നുണ്ട് ടവർ. കാലാവസ്ഥയൊക്കെ സുഖമാണ്. ഇവിടെ താഴേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാനിരിക്കുന്നത് അല്ലെ തന്നെ അറിയാം. ആളെ പേടിച്ചിട്ടാ പോകുന്നത്. ഇനിയിപ്പോ രക്ഷയില്ലാത്തോണ്ട് വിടുന്നില്ല. ബൈക്ക് അന്ന് എനിക്ക് ആക്സിഡന്റ് ഒരാഴ്ച ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് തന്നെ ഞങ്ങൾ ഓടിക്കുന്ന ഇടയ്ക്ക് അത് മറ്റേ കടയിലൊക്കെ വെക്കുന്ന, കടയിലൊക്കെ ഇരിക്കുന്നതാ. അത് സീതപ്പഴല്ലേ? അത് സീതപ്പഴം ആത്തച്ചക്കൊക്കെ അല്ലേ? മുള്ളാത്തെന്ന് പറയുന്ന സ്ഥലത്തിലും വലിയൊരു മുള്ളൻചക്ക. റംബൂട്ടാനൊക്കെ ആകുമ്പോഴത്തേക്ക് സ്ഥലം വരും. പിന്നെ ആഴ്ച ചികിത്സയുടെ ഞാനും കൂടെ വരും. ഒക്കെ വാടക കൊടുക്കും. അവിടെ സാധനങ്ങളൊക്കെ ഇരിക്കുമല്ലേ ചേട്ടയുടെ? അമ്മയുടെ 41-ന്റെ അന്നാണ് തർക്കലിട്ടത്. അന്നാണ് ഞാൻ പെണ്ണേറാൻ പോകുന്നത്. പിന്നെ ഞങ്ങൾ പേരയ്ക്ക പറിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ ടെറസിൻ്റെ മുകളിലേക്ക്. പിന്നെ അവിടെ നിന്ന് ഒട്ടുമിക്ക വ്യൂവും കാണാം കേട്ടോ അവിടെ ഉള്ള റിസോർട്ട്. ഞങ്ങൾ വൈകുന്നേരം പാർക്കിലൊക്കെ പോകണമെന്നൊക്കെ വെച്ച് പോയതാണ്. പിന്നെ അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞ് പിന്നെ ഇവരെയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ചേട്ടായിക്ക് കൈക്ക് വയ്യാത്തത് കൊണ്ട് വെറുതെ ഇരിക്കണ്ടേ. പിന്നെ 3 പിള്ളേരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഫോണിൽ കൂടെ നല്ല ഇതാണ് കേട്ടോ നാത്തൂനുമായിട്ട്. അങ്ങനെ അവിടെ ഒരു അച്ഛനും ഉണ്ട് കേട്ടോ, ചേട്ടായുടെ ചേട്ടനൊരച്ഛനാണ്, അച്ഛനും ഉണ്ട്. എന്താ പറയുക, കുഞ്ഞുവാവേനെയും കണ്ടിട്ടില്ല, ഇതേ കാണുന്ന രണ്ടാമത്തെ കുഞ്ചിനെയും കണ്ടിട്ടില്ല കേട്ടോ. മൂത്ത ആളാണ് സേറ, നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. മോനും അവളും കൂട്ടായി, ഇതാ മിക്കിമോളും ഈ കൊച്ചും കൂട്ടായി കേട്ടോ. നീ ഇതിവിടുന്ന് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മുകളിൽ വില്ലകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണുന്നത്. നല്ല ഭംഗിയാണ്. ഒരു ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്യാൻ പറ്റിയാലൊക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവരിപ്പോൾ ഇവിടെ നിന്ന് തൽക്കാലം ഇവിടുന്ന് പോവുകയാണ്. അതുകൊണ്ട് പിന്നെ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വരാമെന്ന്. പിന്നെ ഇത് ഈ പാറയിലും പോയാൽ നല്ല രസമാണെന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ കുറച്ച് നടന്നെത്തണം, അല്ലെ ബൈക്കിന് പോകണം. സമയം ഉണ്ടായിരുന്നേ പോകായിരുന്നു. പക്ഷെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് ഇതാണ് കേട്ടോ പേര. ശരി, അതിൻ്റെ തന്നെ. ദൈവമേ, സിമന്റിന്റെ പൊടി ആയല്ലോ. ഇങ്ങോട്ട് ഇറങ്ങി വാടി. ാണല്ലോടി. ഒന്ന് മാറിക്കണ്ട അമ്മ, മാറിക്ക്. അത് ഒറ്റയ്ക്ക് ഓടുന്നു. ഇതാണ് മാവ്. മഴയാണോടി? എന്റെ ചെരുപ്പൊക്കെ നോക്കി. പാർക്കിൽ പോക്കൊന്നും നടക്കും തോന്നുന്നില്ല.
ഫോട്ടോ എടുക്കണമായിരുന്നു കേട്ടോ. ആ ഇതിലെ ഇറങ്ങി വരാൻ എളുപ്പമായിരുന്നു. പട്ടി ഉണ്ടെന്ന് അവിടെ. അതാ അതൊക്കെ ചമ്മ ചെരുപ്പൊക്കെ. അതാ പോയി. അപ്പോൾ ഇതാ ഞങ്ങൾ പോവാണ് കേട്ടോ. തിരിച്ച് മാങ്ങയൊക്കെ പറിച്ച് വാഴക്കുലയൊക്കെ വെട്ടി തന്നു കേട്ടോ, വിഷമൊന്നും ഇടാത്ത. അവിടെ കുറേ മാങ്ങകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് കക്കാടംപൊയിൽ പള്ളിയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു ഹോട്ടലുണ്ട്, അവളുടെ ചേച്ചി ഹോട്ടലുണ്ട്, അവിടുന്ന് ഫുഡൊക്കെ കൊണ്ടു തന്നു. പിന്നെ ചെന്നപ്പോൾ പച്ചമാങ്ങ ജ്യൂസ് അടിച്ച് തന്നു. ഇതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അവർക്ക് ഭയങ്കര കൂട്ടായി കേട്ടോ, കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ യാത്രയാക്കാൻ വേണ്ടി റോഡിലേക്ക് വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയായി. അപ്പം ചേട്ടായുടെ കൂടെ വർക്ക് ചെയ്യുന്ന 2 സാറുമാർ വന്നായിരുന്നു. അപ്പോൾ അവരോട് വർത്താനം പറഞ്ഞ് അവിടെ നിൽക്കുവാണ്. ചേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ്. കൈക്ക് മുറിവ് പറ്റിയിരിക്കുന്നതുകൊണ്ട്. അങ്ങനെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.